നമസ്കാരം. പാലക്കാട് തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ മുന്നോട്ട് പോയാൽ ഗുണം സി കൃഷ്ണകുമാറിന് തന്നെ ആയിരിക്കുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം വേറൊന്നും കൊണ്ടല്ല. ഇവിടെ സി കൃഷ്ണകുമാറിൻ്റെ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. സന്ദീപ് വാര്യർ അടക്കം പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ കല്ലുകടിയോട് കൂടി തുടങ്ങിയ ഒരു സ്ഥാനാർത്ഥി നിർണയമായിരുന്നു സി കൃഷ്ണകുമാറിൻ്റേത്. നമുക്കറിയാം, ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവണമെന്ന് പറഞ്ഞിരുന്നു, കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവണമെന്നുണ്ടായിരുന്നു. ഇനി പലരെയും ആ പേരിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നതാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് സന്ദീപ് വാര്യരെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ല. സന്ദീപ് വാര്യർ പോയി. പക്ഷേ സന്ദീപ് വാര്യരോടൊപ്പം കൂടെ പോകാൻ കൂടുതൽ അണികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം പോയെങ്കിലും പാർട്ടി വിട്ടിട്ടില്ല എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. അദ്ദേഹം പാർട്ടി വിട്ടിട്ടില്ല. അദ്ദേഹം പാർട്ടിയിൽ തന്നെയുണ്ട്, BJPയിൽ തന്നെ ഒരു സാധാരണ പ്രവർത്തകനായുണ്ട്. മറ്റൊരിടത്തേക്ക് ചേക്കേറിയിട്ടില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് വന്ന അത്തരത്തിലുള്ള ആരോപണങ്ങളെ പിന്നീട് മറികടക്കാൻ സി കൃഷ്ണകുമാറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് സി കൃഷ്ണകുമാറിൻ്റെ പ്രകടനങ്ങളെല്ലാം അതിശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. പ്രചാരണ പ്രവർത്തനങ്ങളിൽ യാതൊരു വിള്ളലുമില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ തട്ടുകേടുണ്ടാകാൻ പോകുന്ന ഒരു മുന്നണി UDF തന്നെ ആയിരിക്കും. അതിന് കാരണം മറ്റൊന്നുമല്ല, തുടക്കത്തിൽ തന്നെ പാലക്കാട്ടുകാരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കെ മുരളീധരൻ അടക്കമുള്ളവരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് DCC പോലും ആവശ്യപ്പെട്ടിട്ടും അവരെയെല്ലാം പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് VD സതീശനും ഷാഫി പറമ്പിലും കൂടി ചേർന്ന് കളിച്ച ഒരു നാടകത്തിൻ്റെ അന്തിമ ഫലമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവിടുത്തെ സ്ഥാനാർത്ഥിത്വം. ഇതേ തുടർന്ന് പാലക്കാട് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ പാലക്കാട് DCC ആകപ്പാടെ കുഴങ്ങി മറിഞ്ഞ് കലങ്ങി നാശമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ പാർട്ടി വിടാനുള്ള ഒരു മുന്നൊരുക്കം കാണിച്ചു. അവസാനത്തെ കൃഷ്ണകുമാരി അടക്കം പറയുമ്പോൾ കൃഷ്ണകുമാരി അവിടെ നിന്നും പതുക്കെ ഇപ്പോൾ മഹിളാ കോൺഗ്രസ് വിട്ടിരിക്കുകയാണ്. അപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ അവിടുത്തെ സംസ്ഥാന ജില്ലാ അധ്യക്ഷ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അവർ കുറേ നാളിന് മുമ്പ് തന്നെ ഞങ്ങൾ പുറത്താക്കിയതാണ്. AP അനിൽകുമാറിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനല്ലേ? AP അനിൽകുമാർ KPCCന്ന് അവിടുന്ന് കോൺഗ്രസ് വിട്ടു കഴിഞ്ഞ സമയത്ത് പറഞ്ഞു ഞങ്ങൾ നേരത്തെ തന്നെ അനിൽകുമാറിനെ പുറത്താക്കിയതാണ് എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ കൃഷ്ണകുമാരിയെ നേരത്തെ പുറത്താക്കിയിരുന്നതാണ്, പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു നഷ്ടവുമില്ല എന്നൊരു കോൺഗ്രസ്സുകാരിയെ സഹപ്രവർത്തകയെക്കുറിച്ച് ദുരാരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് പറയുകയായിരുന്നു അവിടുത്തെ മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷ എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു വലിയ കലങ്ങിമറിച്ചിൽ നടക്കുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഷാനിബിൻ്റെ പോക്ക്. ഷാനിബ് കടന്നുപോയി. അതോടൊപ്പം തന്നെ ദളിത് കോൺഗ്രസിൻ്റെ ആൾക്കാർ, കുറേയധികം ആൾക്കാർ അവിടെ നിന്ന് കൊഴിഞ്ഞു പോകുന്നു. പിന്നീട് കോൺഗ്രസിൽ നിന്ന് കൂട്ടരാജി ഉണ്ടാവുന്നു. അതോടൊപ്പം പിന്നീട് ഷാനിബ് ഇറങ്ങിപ്പോകുന്നു. സരിൻ അവിടെ നിന്ന് വിടുന്നു. അങ്ങനെ സരിൻ പോയതോടുകൂടിയാണ് അവിടെ നിന്ന് ഏറ്റവും വലിയ വിവാദപരമായ പല ഒളിച്ചോട്ടങ്ങളും അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്കുകളും കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുന്നത്. അതോടുകൂടി സരിൻ പോയി സരിനെ അവർ നേരെ കൊണ്ടുവന്ന് ഒരു സ്ഥാനാർത്ഥിയാക്കി LDF വാഴിക്കുകയും ചെയ്തു. സരിൻ പോയ പിന്നാലെ ഷാനിബ് ഇറങ്ങുന്നു. ഷാനിബ് ഇറങ്ങുന്ന സമയത്ത് ഷാഫി പറമ്പിലിനെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. എന്നിട്ടും ഷാഫി പറമ്പിൽ അവിടെയൊന്നും മിണ്ടിയിട്ടില്ല. അതിശക്തമായ ആരോപണങ്ങൾ, അദ്ദേഹത്തിന് കള്ളപ്പണ ഇടപാടുകൾ ഉണ്ട് എന്ന് വരെ പറഞ്ഞു പരത്തിയതിന് ശേഷമാണ് ഷാനിബ് അവിടെ നിന്ന് പോകുന്നത്. ഈ കോൺഗ്രസ് പാർട്ടി ഈ പറയുന്ന ഒരു വലിയ ഗ്രൂപ്പിൻ്റെ, ഒരു പവർ ഗ്രൂപ്പിൻ്റെ കയ്യിലേക്ക് അകപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഷാനിബ് വിളിച്ചു കൂവിയിട്ട് പോയത്. അപ്പോഴും ഒന്നും മിണ്ടിയില്ല. പിന്നീട് അതിനുശേഷം വന്നതാണ് ട്രോളി വിവാദം. നമുക്കറിയാം, ട്രോളിക്കുള്ളിൽ കള്ളപ്പണം കടത്തി എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ സംഭവ വികാസങ്ങളുമാണ് കഴിഞ്ഞ ഒരു ദിവസം പാലക്കാട് സംഭവിച്ചത്. അവിടെ വനിതാ നേതാക്കളടക്കം താമസിച്ചിരുന്ന മുറികളിലേക്ക് പോലീസിനെ എത്തിക്കുന്ന തരത്തിൽ വരെ അതെത്തി. അപ്പോൾ അവിടെയും കോൺഗ്രസ് പാർട്ടി പണം കൊണ്ടുവന്നിട്ടുണ്ടോ, ആ പണം എവിടേക്ക് പോയി, ആ പണം വേറെ എവിടെയെങ്കിലും ചിലവായോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു വലിയൊരു ചർച്ച തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ നടന്നു. അപ്പോഴും BJP മൗനമായിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആ ട്രോളി ബാഗിനെ കുറിച്ച് തുടക്കത്തിൽ കാട്ടിയ ആവേശം പിന്നീട് BJPക്ക് തണുത്ത് നീരാവിയായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ആ ചൂട് പിന്നീട് എങ്ങും കണ്ടതേയില്ല. സി കൃഷ്ണകുമാർ പറഞ്ഞ തൽക്കാലം ഞങ്ങൾ പെട്ടിയെ വിടുന്നു എന്നാണ് പറഞ്ഞത്. V മുരളീധരൻ പറഞ്ഞു ഞങ്ങൾക്ക് പെട്ടി വേണ്ട, ഞങ്ങൾ പെട്ടിയെ പിടിച്ചുകൊണ്ട് നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് V മുരളീധരനും പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം BJPക്കാർ ഒരു വലിയ പരിധി വരെ അവരെ എങ്ങും തൊടാതെ, ആക്രമിക്കാതെ, നോവിക്കാതെ നിലകൊണ്ടു പോരുകയാണ്. അതവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തോ തരത്തിലുള്ള ഡീലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് LDF ആരോപിച്ചാൽ അതിൽ തെറ്റായി മാറില്ല. അതിനുശേഷമാണ് ഇപ്പോൾ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ കള്ളവോട്ടുകൾ അവിടെ ഏകദേശം
തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് ബൂത്ത് നമ്പർ സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സംഘമാണ് എന്നുള്ള തരത്തിൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റിയുടെ പാർട്ടി സെക്രട്ടറി അത് പറയുകയും ചെയ്തു, ജില്ലാ സെക്രട്ടറി പറയുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഇങ്ങനെയൊരു വലിയ വിഷയം നടക്കുന്നുണ്ട്, അവിടെ ബൂത്ത് തലങ്ങളിൽ ബൂത്ത് തിരിച്ച് ഇത്ര കള്ളവോട്ടുകൾ ഓരോ ബൂത്തിലും വരാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കണക്കുകൾ. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും തിരിച്ചറിയൽ രേഖകൾ പോലും ഇല്ലാത്ത 2 തിരിച്ചറിയൽ രേഖകളുള്ളവർ പോലും ഇവിടെ വന്ന് കള്ളവോട്ട് ചെയ്യാനുള്ള സാധ്യത ഈ ഗ്രൂപ്പിൽ നിന്നുണ്ടാകുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഈ പറയുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ പാർട്ടിയെ ആകപ്പാടെ ആശങ്കയിലാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഉൾപാർട്ടിയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പോലും പരിഹരിക്കാത്ത തരത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞു. അവിടെ എത്തിക്കഴിഞ്ഞ കെ മുരളീധരനും വി ഡി സതീശനും തമ്മിൽ അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലും യഥാർത്ഥ മത്സരം ആരൊക്കെ തമ്മിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പില്ലാത്ത രീതിയിൽ രണ്ടുപേരും തമ്മിൽ തർക്കിക്കുന്നു. കെ മുരളീധരൻ പറയുന്നത് LDF UDF തമ്മിലാണ് പ്രധാന മത്സരം പാലക്കാട്ട് നടക്കുന്നത് എന്ന് പറയുന്നു. അതിനെ നിഷ്കരണം വെട്ടിക്കൊണ്ട് വി ഡി സതീശൻ പറയുന്നു, അല്ല, അവിടെ നടക്കാൻ പോകുന്ന മത്സരം UDF BJP തമ്മിലാണ്, LDF വീണ്ടും 3ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന 2 നേതാക്കൾ തമ്മിലും ഒരു പരസ്പര ആശയപരമായി ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല. കെ മുരളീധരനെ അവിടെ മത്സരിപ്പിക്കണമെന്ന് 100 തവണ ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ DCC കത്ത് വരെ നൽകിയിട്ട് പോലും കെ മുരളീധരനെ തഴയുന്ന നിലപാടായിരുന്നു വി ഡി സതീശനും അടക്കമുള്ളവർ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ പാർട്ടിയുടെ അവിടെ ഇത്തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മൂലം പാർട്ടിക്ക് ഒരു വലിയ കോൺഗ്രസിന് ഒരു വലിയ ക്ഷീണം ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഷാഫി പറമ്പിലിൻ്റെയും വി ഡി സതീശിൻ്റെയും തലയിൽ തന്നെ ആയിരിക്കും. 100% നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അതോടുകൂടി കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി. ഇതും ചീഞ്ഞ് പതുക്കെ സി കൃഷ്ണകുമാറിന് വളമായി മാറുന്നു. പിന്നീട് ഇപ്പൊ സരിനെതിരായി ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണം, സരിൻ തൃശ്ശൂർക്കാരനാണെന്നും അല്ല പാലക്കാട്ടുകാരനാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും എന്ന് തുടങ്ങിയ വിവാദങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂടെ നമ്മൾ നോക്കണം. പിന്നെ CPM സ്വയം അപഹാസ്യരാവുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടായി. അതായത് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലും, അതായത് ഈ കള്ളപ്പണ ഇടപാടെന്ന് പറഞ്ഞ ട്രോളി വിവാദവുമായി ബന്ധപ്പെട്ട് CPM എടുത്ത നിലപാട് കുറച്ച് കടന്നുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. അതിനെ ഒരു വലിയ സംഭവമാക്കി ചിത്രീകരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വലിയ സംഭവമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ കെട്ടുകണക്കിന് പണവുമായിട്ടാണ് മണ്ഡലത്തിലേക്ക് വന്നതെന്ന് അടക്കമുള്ള തരത്തിൽ അവിടെ ഒരു വലിയ പ്രചരണം അഴിച്ചുവിടുന്നു. മന്ത്രി MP രാജേഷ് അടക്കമുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ കണ്ടതാണ്, അതിൽ പണമാണ് എന്നുള്ള തരത്തിൽ. അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യം വളരെ കൃത്യമാണ്. ഇത്രയും ക്യാമറകളും CC ക്യാമറകൾ അടക്കമുള്ള ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് എങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ അത്രയ്ക്ക് മണ്ടന്മാരാണോ ഈ രീതിയിലൊരു പണമിടപാട് നടത്താൻ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അതിന് ഉത്തരം മുട്ടിപ്പോവുകയാണ് CPMകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടുത്തെ ഈ പാലക്കാടെ സംബന്ധിച്ചിടത്തോളം സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ ഒരുപക്ഷെ അവിടെയുള്ള പലർക്കും ചെറിയ ചെറിയ മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നിരിക്കണം. അത് പതുക്കെ മറന്നീക്കി പുറത്തേക്ക് വരുമ്പോൾ പാർട്ടിയും അവിടെ ചോദ്യചിഹ്നമായി മാറും. അപ്പോൾ ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് EP ജയരാജന്റെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങളും പുറത്തേക്ക് വരുന്നത്. സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഇവിടുത്തെ പാർട്ടിക്കാർക്ക് ഒരു താല്പര്യക്കുറവുണ്ട്. പാർട്ടിയിൽ നട്ടലുള്ള ആണുങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് സരിനെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയത് എന്നതടക്കമുള്ള വിവാദങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ EP ജയരാജന്റെ ഈ ആത്മകഥ പുറത്തേക്ക് വന്നതും പാർട്ടിയെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പം ഇതും കൂടി ചേർന്ന് വരുമ്പോൾ അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം വളർന്നു കയറാൻ വളക്കൂറുള്ള ഒരു മണ്ണായി തന്നെ മാറുകയാണ്. കാര്യം 2 മുന്നണികളെയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അതായത് UDFും LDFും അഴിമതിയുടെയും കള്ളപ്പണത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിയിൽ കുറച്ച് പണം പിടിച്ചു. ഏകദേശം 25 ലക്ഷം രൂപയോളം അവിടെ 19 ലക്ഷം രൂപ പിടിച്ചു. ആ പിടിച്ചതിൻ്റെ പേരിൽ അതുകൊണ്ടൊന്ന് CPMന്റെ മേലിടാൻ കോൺഗ്രസ് പാർട്ടിയും തിരിച്ച് കോൺഗ്രസിന്റെ തലയിലേക്കിടാൻ CPM കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ജെ എന്ന് പറയുന്ന ഒരാളുടെ പണമായിരുന്നു അത്. രേഖാമൂലം ബാങ്കിൽ നിന്നും അദ്ദേഹം വിഡ്രോ ചെയ്തെടുത്ത പണമായിരുന്നു അത്. അതിൽ ടൈല് വാങ്ങാൻ പോകാൻ വേണ്ടി ഇറങ്ങിയ ഒരാളെയാണ് കള്ളപ്പണം ഇടപാട് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അല്ലെങ്കിൽ അവിടുത്തെ സ്പെഷ്യൽ സ്ക്വാഡ് പിടിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളും ചിറ്റൂരിലുണ്ടായ സ്പിരിറ്റ് കടത്തും ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇതെല്ലാം അങ്ങോട്ട് അന്യോന്യം UDF LDFന്റെ തലയിലേക്കും LDF UDFന്റെ തലയിലേക്കും ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ജനങ്ങൾ ആകപ്പാടെ കൺഫ്യൂസ്ഡ് ആണ്, ആകപ്പാടെ ആശയക്കുഴപ്പത്തിലാണ്. ഈ പറയുന്ന LDFന് ചെയ്യണോ UDFന് ചെയ്യണോ? ഇനി അതല്ല മറിച്ചാണെങ്കിൽ ഇപ്പം യാതൊരു തരത്തിലും ആരെയും നോവിക്കാതെ വളരെ
സിമ്പിളായി നിൽക്കുന്ന ഒരാളാണ് BJP. സി കൃഷ്ണകുമാർ വലിയ വിവാദങ്ങളിലേക്ക് വന്ന് ചാടിയിട്ടില്ല, വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഈ പറയുന്ന ട്രോളി ബാഗ് വിവാദത്തിൽ പോലും BJP എടുത്ത നിലപാട് മൗന നിലപാടായിരുന്നു. മൗനത്തോടു കൂടിയാണ് ആ സംഭവത്തെ സമീപിച്ചത്. ആ കള്ളപ്പണ ഇടപാടുകൾ ട്രോളിയുമായി യാതൊരു തരത്തിലും കെ സുരേന്ദ്രൻ പോലും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് രസം. അതിൽ ഞങ്ങൾ ആദ്യം പ്രഫുൽ കൃഷ്ണ അടക്കമുള്ളവർ ചെറിയ രീതിയിൽ ഒരു തിരികൊളുത്തി വിടാൻ നോക്കിയെങ്കിലും പിന്നീട് അതെല്ലാം അണഞ്ഞു പോവുകയാണ് ചെയ്തത്. പിന്നീട് അവരൊന്നും അതിനെക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവരുടെ പ്രചാരണങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. LDF UDF പരസ്പരം കടിച്ചു കീറാനായി നിൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി പൊത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചർച്ച ചെയ്ത പോലെ അവിടെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല, ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സ്ഥാനാർത്ഥികൾ കഴിയുന്നില്ല. അവിടെ കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയേറുന്നതും അവിടെ പോയി തൊഴുന്നതും അവിടെ ചെരുപ്പിട്ടുകൊണ്ട് ഇത് വലിച്ചതും ഒക്കെയാണ്, രഥം വലിച്ചതും ഒക്കെയാണ് വലിയ ചർച്ചാ വിഷയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് ജനങ്ങളുടെ സാധാരണക്കാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അവിടെ റോഡുകളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല, അവിടുത്തെ റെയിൽവേ വികസനത്തെക്കുറിച്ചോ അതുമല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് വികസനത്തെക്കുറിച്ചോ നാടിൻ്റെ വികസനത്തെക്കുറിച്ചോ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ചർച്ചകളില്ലാതെ പോകുന്ന, പൊതുജനങ്ങൾക്ക് വേണ്ടതിനെക്കുറിച്ച് ചർച്ചകളില്ലാതെ പരസ്പരം ചെളിവാരി എറിയുന്ന രണ്ട് മുന്നണികളായി പാലക്കാട് UDF LDF അധപ്പതിച്ചു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് ശരിക്കും NDA പോലെയുള്ള ഒരു മുന്നണിക്ക് വളരാനുള്ള വളവും വെള്ളവും നൽകൽ മാത്രമായി തീരുകയെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.